ഹായ്! ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 530 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ വീഡിയോ ആണ്. 8,00,000 രൂപയാണ് അതിന്റെ ബജറ്റ് എന്നാണ് അതിൽ പറയുന്നത്. നമ്മൾ ബജറ്റിന്റെ കാര്യം നോക്കുന്നില്ല. നമ്മൾ അതിന്റെ പ്ലാൻ വരച്ചെടുക്കാനായിട്ടാണ് നോക്കുന്നത്. ഒരു ബെഡ്റൂമാണ് ആ ഒരു വീട്ടിൽ വരുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, ഒരു ബെഡ്റൂം, 2 ബാത്റൂം, ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, ഒരു കോമൺ ബാത്റൂം. ഇങ്ങനെയാണ് ഈ ഒരു വീട്ടിൽ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ പ്ലാൻ തയ്യാറാക്കി നോക്കാം. നമ്മൾ വരച്ചു തുടങ്ങണം. അപ്പോൾ ഏതാണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിക്കാണ് ഇതിന്റെ പ്ലാൻ വരുന്നത്. ഇതിൽ ഈ ഭാഗത്തായിട്ട് ഈ കോർണറിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് അതിന്റെ അളവ് ഇതിൽ ഇവർ പറയുന്നില്ല. ഇതിലാകെ ഒരു ഏരിയ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 530 സ്ക്വയർ ഫീറ്റ് ഇതിന്റെ ഏരിയ വരുന്നുണ്ട് എന്നും, അതുപോലെ തന്നെ 8,00,000 രൂപയ്ക്കാണ് ഈ ഒരു വീട് നിർമ്മിച്ചത് എന്നുമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2 മീറ്റർ താഴെയായിരിക്കും ഈ ഒരു ലെങ്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ. ഇത് ഏതാണ്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 1.5, അതിനും സാധ്യത കുറവാണ്. ഒരു 1.40, 1.30 ആയിരിക്കും ഉണ്ടാവുക. ഇതും ഈ പറഞ്ഞ കണക്ക് ഒരു 1.80, 1.90 ആയിരിക്കും ഈ ഒരു അളവ്. 2 മീറ്റർ മാക്സിമം ആണ് അതിൽ കുറവായിരിക്കും ഉണ്ടാവുക. ഇനി ഇതൊന്നും നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഭിത്തി വരുന്നുണ്ട്. ഇത് കിച്ചണിന്റെ ഭിത്തിയാണ് വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സ്ട്രൈറ്റിലൊരു ഭിത്തി വരുന്നുണ്ട്. ഇവിടെ ഒരു ബീം നമുക്ക് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ബീം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു ഡോർ, റൂമിലേക്കുള്ളൊരു ഡോർ കൊടുത്തത്. ഈ ഒരു വീട്ടിൽ ഒരു റൂം മാത്രമാണുള്ളത്. അപ്പോൾ ആ റൂമിൻ്റെ സൈസ് ഇവർ പറയുന്നത് 10x10 എന്നാണ്. അപ്പോൾ 10x10 റൂം നമ്മൾ വരയ്ക്കുകയാണ്. ഇത് ബെഡ്റൂമാണ്. ഇത് 10x10 എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് വരുന്നുണ്ട്. ഇത് നമുക്ക് ലിവിങ് ഹാള് വരുന്നുണ്ട്. ഇതിൽ നമുക്കിവിടെ സോഫ, ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളിയുടെ വിൻഡോയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ബെഡ്റൂമിൽ വരികയാണെങ്കിൽ ഇവിടെയും ഒരു 3 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളിയുടെ ഒരു വിൻഡോ ആണ് വരുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിലൊരു ബാത്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ്. അതൊരു ചെറിയ സൈസിൽ വരുന്നൊരു ബാത്റൂമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ, ഇത്രയും പകുതി പോർഷനിലായിരിക്കും ആ ഒരു ബാത്റൂമിൻ്റെ വാള് ഉണ്ടാവുക. ഇതൊരു ബാത്റൂമായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഡോറിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ലാൻഡിങ് കാണുന്നുണ്ട്. 3 സ്റ്റെപ്പ് വരുന്നിട്ട് ലാൻഡിങ് വരുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ റൂം വരുന്നത്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഏരിയ ആണ് എങ്കിലും അവിടെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഭിത്തി, ഇതിൽ ഒരു ഡോർ വരുന്നുണ്ട്. ഇതാണ് കിച്ചൺ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവൽ തന്നെയാണ് കിച്ചണിൻ്റെ ഒരു ഭിത്തി വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു ഡോറ്, കിച്ചണിന് പുറത്തേക്ക് കിടക്കാനായിട്ടൊരു ഡോർ അവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ ഒരു കബോർഡ് കാര്യങ്ങൾ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റവും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. വിൻഡോ വരുന്നുണ്ട്. ഒരു 3 പാളിയുടെ വിൻഡോ ആണ് കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. പുറത്തേക്കൊരു ബാത്റൂം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിലാണ് ആ ഒരു ബാത്റൂം വരുന്നത്. ഇത് കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാൻ നമ്മൾ അതിൻ്റെ ഒരു ലേഔട്ട് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അളവുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 മീറ്റർ മാക്സിമം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വിൻഡോ 1.50 ഉണ്ടാവും. പിന്നെ ഒരു 80 എന്നുള്ള രീതിക്ക് 2 സൈഡിലും ഏതാണ്ട് അത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 3 മീറ്റർ ടോട്ടൽ. എനിക്ക് തോന്നുന്നു 5 മീറ്റർ പ്ലസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പോർഷൻ നമ്മൾ 10x10 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു 3 മീറ്റർ ഉണ്ടാവും. എനിക്ക് 2.2ൻ്റെ ഒരു 7 ടൈലുകൾ ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇതിലത്. കാരണം
ഡാർക്ക് ആയിട്ടുള്ള ടൈലായതുകൊണ്ട് അതിൻ്റെ ജോയിൻറ്റുകളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല. നമുക്ക് ഏകദേശം ഒരു 7 ടൈൽ എന്ന് പറയുമ്പോൾ ഒരു 4 മീറ്റർ പ്ലസ് ഈ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ 3 മീറ്റർ, അപ്പോൾ അങ്ങനെ 3, 4, 7, 8 ഒരു 9 മീറ്റർ ടോട്ടൽ ഈ ഒരു സൈഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 5, ചിലപ്പോൾ അത് 10ലേക്ക് മാറാം. 9, 10 ആ ഒരു ഇതിലായിരിക്കും. ഇവിടെ ഇതുപോലെ തന്നെ 5, 6 ആ ഒരു രീതിയിലായിരിക്കും ഇവിടെയും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 9, 5 ആണെങ്കിൽ 45 എം സ്ക്വയർ വരും. ഇതിൽ 45 എം സ്ക്വയർ വരും. 45 എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുള്ളൂ. പക്ഷേ ഒരു ഈ 530 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ 10/6 എടുക്കുകയാണെങ്കിൽ 60 എം സ്ക്വയർ വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു 600 സ്ക്വയർ ഫീറ്റിൽ മേലെ പോകാനുള്ള സാധ്യത. പക്ഷേ 530 സ്ക്വയർ ഫീറ്റ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഡൈനിങ് നമ്മൾ ഈ ഒരു സ്റ്റെയർ റൂമിൻ്റെ ഏരിയ ഇതിൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ എടുത്തിട്ടുണ്ടോ എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് 500നും 600നും ഇടയ്ക്കുള്ള ഒരു ഏരിയയിൽ ഈ ഒരു പ്ലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാഡിൽ വരച്ച് നോക്കാം. 490 സ്ക്വയർ ഫീറ്റ് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ടാണ്. നമുക്കിതിൽ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ റൂം വരുന്നുണ്ട്. അതിൻ്റെ ഏരിയയോട് കൂട്ടുമ്പോൾ നമുക്കൊരു 530, 540 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏരിയ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 210, 120 സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നടക്കുന്നത്. 192, 410 സെൻറ്റിമീറ്റർ എന്നാണ് ഈ ലിവിംഗ് ഏരിയയുടെ അളവ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടൊരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. 258, 305 സെൻറ്റിമീറ്റർ എന്നാണ്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഒരു ബെഡ്റൂമാണ് ഈ പ്ലാനിൽ വരുന്നത്. 300, 300 എന്നുള്ള അളവ് നമുക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ കിട്ടിയതാണ്. അളവിലാണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് പുറത്തുനിന്ന് കയറാവുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. 258, 227 സെൻറ്റിമീറ്റർ എന്നാണ് കിച്ചൻ്റെ അളവ്. കേരളത്തിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വിഷയങ്ങളിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.